നമസ്കാരം. പ്രസിഡന്റ് ട്രംപ് രാഷ്ട്രത്തോടായി നടത്തിയ പ്രസ്താവനയിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുവരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വേറൊരു രൂപത്തിൽ പറഞ്ഞു എന്നതല്ലാതെ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ പൗരന്മാരോട് ഉള്ള ഒരു അഡ്രസ്സ് എന്ന നിലയിൽ യുദ്ധം അധികം നീണ്ടുപോവുകയില്ല, ഒരു 3 ആഴ്ച കൂടി ആയാൽ നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മേജർ മെസ്സേജാണ് അദ്ദേഹം അന്ന് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് നോർമൽ റെട്ടോറിക്, ഹോർമൂസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞതുപോലെ ഹോർമൂസ് ആരാണോ ഉപയോഗിക്കുന്നത് അവർ തന്നെ ഇത് ഫ്രീ ആക്കട്ടെ എന്ന നിലയിലൊക്കെയുള്ള പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നത്. ഇനി ഈ കഴിഞ്ഞ ദിവസം ഫ്രൈഡേ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റ് ഇറാൻ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതാണ്. അത് സംഭവിച്ചിട്ടുള്ളത് ഇറാൻ്റെ ഖുഷേസ്ഥാൻ പ്രോവിൻസിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സെൻട്രൽ ഇറാൻ എന്ന് വേണമെങ്കിൽ പറയാം, എങ്കിൽ പോലും അത് ഇറാഖിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വലിയ പ്രോവിൻസാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ബോംബിംഗ് നടക്കുന്നത് അവരുടെ കറമാബാദ് കൗണ്ടി എന്ന് പറയുന്ന ആ ഒരു പ്രോവിൻസിലാണ്. ഈ കറമാബാദ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത, അവിടെയാണ് ഇവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികൾ കൂടുതലുള്ളത്. അപ്പോൾ ആ മിസൈൽ സ്റ്റോറേജ് CIA ഒക്കെ ഒരു കണക്ക് പ്രകാരം ഇറാൻ്റെ മൊത്തം മിസൈൽ കേപ്പബിലിറ്റിയുടെ ഒരു 50% മാത്രമേ ഇതുവരെ തകർന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളത് അവിടെയുള്ള ഈ കറമാബാദ് എന്ന് പറയുന്ന റീജിയണിലെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റികളിൽ അവർ ഇപ്പോഴും സുരക്ഷിതമായി ഒളിപ്പിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് US-നും ഇസ്രായേലിനും ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് അവർ ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് കറമാബാദ് പ്രോവിൻസ് അവർ തിരഞ്ഞെടുത്തു. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന റീജിയനാണ് ഖുഷേസ്ഥാൻ പ്രോവിൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു F-15 ഫൈറ്റർ ജെറ്റ് വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി തന്നെ ഇറാൻ്റെ ഈ അവകാശവാദം പുറത്തു വന്നിരുന്നു. അവർ പറഞ്ഞത് അമേരിക്കയുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫൈറ്റർ ജെറ്റായിട്ടുള്ള 5th ജനറേഷൻ, 5.5 ജനറേഷൻ എന്നൊക്കെ വിളിക്കുന്ന F-35 ഫൈറ്റർ ജെറ്റ് വെടിവെച്ച് വീഴ്ത്തി എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. വൈകുന്നേരത്തോടുകൂടി അവർ തന്നെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു, ചിത്രവും വീഡിയോസും ഒക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിൽ നിന്ന് എക്സ്പേർട്സ് കണ്ടിട്ട് പറയുന്നത് അതൊരു F-15E എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഫൈറ്റർ ജെറ്റ് ആവാനാണ് സാധ്യത എന്നാണ്. അമേരിക്ക ഇതിനെ സംബന്ധിച്ച് ഒരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. എന്നാൽ റോയിറ്റേഴ്സിനോട് അമേരിക്കയുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറാവാത്ത സൈനിക വൃത്തങ്ങൾ പറഞ്ഞത് അതൊരു F-15 ഫൈറ്റർ ജെറ്റാണ്, 2 സീറ്റർ ഫൈറ്റർ ജെറ്റാണ്. അതിൽ 2 ക്രൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൂവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആദ്യത്തെ ഒരു വിഷയമായിരുന്നു. അപ്പം ടെഹ്റാൻ ആദ്യം പറഞ്ഞത് ക്രൂവിനെ ഞങ്ങൾ പിടിച്ചു എന്നാണ് ടെഹ്റാൻ പറഞ്ഞത്. പിന്നീട് അത് കഴിഞ്ഞ് ടെഹ്റാൻ ടെലിവിഷൻ തന്നെ, ഇറാൻ്റെ ടെലിവിഷൻ തന്നെ, സ്റ്റേറ്റ് ടെലിവിഷൻ തന്നെ നാട്ടുകാരോട് അവിടെ വിമാനം തകർന്നു വീണ പ്രദേശത്തെ ക്രൂവിന് വേണ്ടി സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ പുറത്തുവിട്ടു. അങ്ങനെ അമേരിക്കൻ പൈലറ്റുമാരെ പിടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വലിയ സമ്മാനമൊക്കെ ഒരു പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ എന്നാലും ഈ ക്രൂസിൽ 2 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്ക ഇതിനെക്കുറിച്ചൊന്നും ഒരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. അതിൽ ഒരാളെ അമേരിക്ക തന്നെ രക്ഷപ്പെടുത്തിയതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ ഒരു ഫൈറ്റർ ജെറ്റും 2 ഹെലികോപ്റ്റേഴ്സും ചേർന്ന് ആ 2 ക്രൂസിൽ ഒരാളെ ഇറാനിൽ ലാൻഡ് ചെയ്ത അല്ലെങ്കിൽ പ്ലെയിൻ ഹിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവരെ ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ട ഈ ക്രൂവിൽ ഒരാളെ രക്ഷപ്പെടുത്തിയതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ 2 ക്രൂ ഉണ്ട് എന്നുള്ള കാര്യം പോലും US പറഞ്ഞിട്ടില്ല. F-15E എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഫൈറ്റർ ജെറ്റിൽ 2 ക്രൂ ആണുള്ളത്. ഇനി ഇജക്റ്റ് ചെയ്ത സീറ്റിൻ്റെ ഇതും അവർ ഫോട്ടോസിൽ കാണിക്കുന്നത് 1 സീറ്റാണ് ഇജക്റ്റ് ചെയ്തതായിട്ട് കാണപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ആൾ മരണപ്പെട്ടു പോയോ എന്നുള്ള കാര്യവും അറിയാൻ പാടില്ല. അത്തരം വാർത്തകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുൻപ് ഇത് ആദ്യത്തെ ഇൻസിഡൻ്റ് ആണ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫൈറ്റർ ജെറ്റ് ഇറാൻ വെടിവെച്ച് വീഴ്ത്തുന്നത്. ഇതിനു മുൻപ് അവർ പല ക്ലെയിമുകളൊക്കെ നടത്തിയിരുന്നു. ഇറാഖിൻ്റെ മേലെ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ച് അതിലൊരു വിമാനം തകരുകയും ഒരെണ്ണം ലാൻഡ് ചെയ്യുകയും ചെയ്ത കാര്യം നമുക്കറിയാം. കുവൈറ്റിൽ 2-3 വിമാനങ്ങൾ കുവൈറ്റ് എയർഫോഴ്സിൻ്റെ തന്നെ വെടിയേറ്റ് അമേരിക്കയുടെ വിമാനങ്ങൾ വീണ കാര്യം നമുക്കറിയാം. അങ്ങനത്തെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എനിമി ആർമിയുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുള്ള അറ്റാക്കിൽ ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ വിമാനം ഈ യുദ്ധത്തിൽ താഴെ വീഴുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവർക്ക് എവിടെ നിന്ന് ഡിഫൻസ് സിസ്റ്റം കിട്ടുന്നു? ഇവരുടെ ഡിഫൻസ് സിസ്റ്റം പരിപൂർണമായിട്ടും തകർന്നു പോയി എന്നുള്ള ഒരു അസംഷനിലായിരിക്കണം ഈ F-15 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. നമുക്കറിയാവുന്നതുപോലെ F-15 ഫൈറ്റർ ജെറ്റുകൾ സ്റ്റെൽത്ത് ഫെസിലിറ്റി ഉള്ള ഫൈറ്റർ ജെറ്റുകളല്ല. F-35 സ്റ്റെൽത്ത് ഫെസിലിറ്റി ഉള്ളതാണ്. സ്റ്റെൽത്ത് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ റഡാറിനെ കണ്ടുപിടിക്കാനാവില്ല.
F-15 റഡാറുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള വിമാനം തന്നെയാണ്, പക്ഷേ സ്റ്റെൽത്ത് ഫെസിലിറ്റി ഉള്ളതല്ല. അപ്പം ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ പരിപൂർണമായിട്ടും തീർന്നു എന്നൊരു ഉറപ്പിലായിരിക്കണം വിമാനങ്ങൾ ടാർഗറ്റുകളെ കുറച്ചും കൂടെ കൃത്യമായി ആക്രമിക്കത്തക്ക രീതിയിൽ താഴ്ന്നു പറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഇറാൻ്റെ കയ്യിൽ ഇനിയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ബാക്കിയുണ്ട് എന്നോ അല്ലെങ്കിൽ അവർക്ക് എയർ ഡിഫൻസ് സിസ്റ്റം എവിടെ നിന്നെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നോ വേണം വിചാരിക്കാൻ. ലഭിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നായിരിക്കണം? നിശ്ചയമായിട്ടും അത് റഷ്യയിൽ നിന്നാവാനാണ് സാധ്യത. കാരണം റഷ്യയും ഇറാനും തമ്മിൽ നേരിട്ട് അതിർത്തിയില്ലെങ്കിലും റഷ്യയുടെയും ഇറാൻ്റെയും ഇടയിൽ അസർബൈജാൻ കിടക്കുന്നുണ്ട്. അസർബൈജാൻ കഴിഞ്ഞിട്ടാണ് റഷ്യ. പക്ഷേ കാസ്പിയൻ കടൽ വഴി ഇത് രണ്ടും ലിങ്ക്ഡാണ്. ഇപ്പോൾ ഈ കാസ്പിയൻ സീ എന്ന് പറയുന്ന ആ ഒരു കടലിലേക്ക് US-നും ഇസ്രായേലിനും ഒക്കെ ആക്സസ് വളരെ കുറവാണ്. കാരണം അതൊരു ഇൻഡിപെൻഡൻറ്റ് സീ ആണ്. വേറെ ഒരു സീയിൽ നിന്നും അതിലേക്ക് ആക്സസ് ഇല്ല. അതിന് ചുറ്റുകിടക്കുന്ന രാജ്യങ്ങളൊക്കെ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലൊന്നും കാര്യമായ ഇൻഫ്ലുവൻസ് US-നോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇല്ല. കസാഖിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാന് അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉണ്ട് താനും. വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നല്ല. അപ്പോൾ ഈ കാസ്പിയൻ സീയിൽ US-ൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ നേവൽ സാന്നിധ്യം വളരെ മിനിമം ആയിരിക്കാനാണ് സാധ്യത. അപ്പം ആ കാസ്പിയൻ സീയിലൂടെ ഈ റഷ്യ ആൻഡ് ഇറാൻ ആർ കണക്റ്റഡ്. അപ്പോൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ കൊടുക്കണമെങ്കിൽ കാസ്പിയൻ സീയിലൂടെ അത് ഇറാന് പ്രൊവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ കുറച്ചെങ്കിലും ഇറാന് പുതിയത് കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഇതിന് തള്ളിക്കളയാനാവില്ല. പല വീഡിയോസിലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം നീണ്ടുപോകുന്നതിൻ്റെ ഒന്നാമത്തെ നേട്ടമുണ്ടാവുന്നത് റഷ്യക്കാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അവരുടെ ഓയിൽ അവർക്ക് വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇത് F-35 ആണെന്നാണ് ആദ്യം ഇറാൻ ക്ലെയിം ചെയ്തിരുന്നത്. പക്ഷേ അത് F-35 അല്ല, F-15 കാറ്റഗറിയിൽ പെടുന്ന ഒരു യുദ്ധവിമാനമാണ്. ഇനി ഈ ദിവസങ്ങളിൽ സംഭവിച്ച പ്രധാനമായിട്ടും ഈ ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഇറാനിൽ നിന്ന് വളരെ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ, 2-3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയുണ്ടായി. ഒന്ന്, IRGC ഭരണം പിടിച്ചു എന്നൊരു വാർത്ത ആദ്യം വന്നു. പെഷേഷ്കിയാൻ്റെ സിവിൽ ഗവൺമെൻറ് പരിപൂർണമായും പുറത്താക്കിക്കൊണ്ട് IRGC ഇറാൻ്റെ പരിപൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു എന്നൊരു വാർത്തയാണ് 2 ദിവസം മുൻപ് പുറത്തു വന്നത്. പിന്നീട് ആ വാർത്തയ്ക്ക് വലിയ സ്ഥിരീകരണം കിട്ടിയില്ല. പിന്നീട് പെഷേഷ്കിയാൻ്റേതായിട്ട് ഒക്കെ പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ ആരാണ് ശരിക്കും പവറിലുള്ളത് എന്നറിയാൻ പാടില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ പറഞ്ഞു പുതിയ ഗവൺമെൻറ്റുമായി അദ്ദേഹം ഒരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. വിച്ച് മീൻസ് ദാറ്റ് പവറിന് വേണ്ടി ശ്രമിക്കുന്ന US സൈഡിലുള്ള ഏതോ ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതേതാണെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ അവർ ഡീൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ IRGCയുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞു അങ്ങനെ ഒരു ഡീലും ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങളെ യുദ്ധം കൂടുതൽ ശക്തമായി നയിക്കും, അമേരിക്കയും ഇസ്രായേലിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കുന്ന വിഷയം ഉദിക്കുന്നില്ല എന്നവരുടെ ഭാഗത്ത് പ്രസ്താവന വന്നു. പിന്നീട് IRGCയുടെ ഭാഗത്ത് കൂടുതൽ പ്രസ്താവനകൾ വരുന്നില്ല. പെഷേഷ്കിയാൻ്റെ ഭാഗത്ത് കുറേശ്ശെ ഒരു പ്രസ്താവന വരുന്നുണ്ട്. ഇന്നലെയാണെങ്കിൽ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ജാവേദ് സാരീഫിൻ്റെ വകയാണ്. അദ്ദേഹം പറയുന്നത് ഇറാൻ ജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യുദ്ധം ചില കണ്ടീഷൻസിനെ മുൻനിർത്തി നിർത്താം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാൻ ജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ചില കണ്ടീഷൻസിനെ മുൻനിർത്തി ഈ യുദ്ധം ഇപ്പോൾ നിർത്താവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ഒരു അമേരിക്കൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പം അദ്ദേഹം അവിടെ സംസാരിക്കുന്നുണ്ട്. പെഷേഷ്കിയാൻ പറയുന്നുണ്ട് ഇന്നലെ അമേരിക്ക അവിടുത്തെ ഇറാനിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ്, നമ്മുടെ ഇവിടുത്തെ പാമ്പൻ പാലമൊക്കെ പോലുള്ള വലിയൊരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ഇന്നലെ അവർ സിറ്റി ഓഫ് കരാജ് ടു ടെഹ്റാൻ, കരാജ് എന്ന് പറയുന്ന സിറ്റിയും ടെഹ്റാനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വലിയ ബ്രിഡ്ജ് ഇന്നലെ ബോംബ് ചെയ്ത് തകർക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ പാലമാണ്. അപ്പോൾ അതൊരു സിവിൽ അസറ്റിന് മേലത്തൊരു ആക്രമണം നടത്തുന്നത് ന്യായമായ കാര്യമല്ല. പക്ഷേ ഇറാൻ വഴങ്ങാത്തതുകൊണ്ട് അത്തരം ആക്രമണങ്ങളിലേക്ക് തിരിയും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സർവ്വ സിവിൽ ഫെസിലിറ്റീസും കൂടാതെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഫെസിലിറ്റീസും ഞങ്ങൾ തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ യുദ്ധത്തിലെ മേൽക്കൈകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ടെഹ്റാനാണെങ്കിലും അവരുടെ ആക്രമണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും കുവൈറ്റിലെ ഡിസാലിനേഷൻ പ്ലാന്റ്, വെള്ളമുണ്ടാക്കുന്ന പ്ലാന്റിനെ ആക്രമിക്കുന്നു, റിഫൈനറി ആക്രമിക്കുന്നു. ഇന്നലെ മാത്രം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ 20 മിസൈലുകളെയാണ് അവർ ആൻറ്റി മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് തടുത്തിട്ടത്. അതിൻ്റെ പീസ് വീണ ആളുകൾക്ക് പരിക്ക് പറ്റുന്നു. അപ്പം ടെഹ്റാൻ അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണവും അതിശക്തമായി തുടരുന്നു. ഇസ്രായേലിലേക്കുള്ള ആക്രമണം നടത്തുന്നു, ഹൈഫയിൽ ആക്രമണം നടത്തുന്നു, ഇസ്രായേലിലെ ഹൈഫ എന്ന് പറയുന്ന സിറ്റിയിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനും അതിശക്തമായിട്ട് തിരിച്ചടിക്കുന്നു. ഇറാനിലേക്കുള്ള ആക്രമണത്തിൻ്റെ മൂർച്ച 10 ഇരട്ടിയാക്കി അമേരിക്ക വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ സൈലൻ്റാണ്.
അവർ അതിശക്തമായിട്ട് തുടക്കം മുതലേ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോന്നോരോന്നായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ കൂടി നെതന്യാഹു ശബ്ദം താഴ്ത്തി എന്ന് പറഞ്ഞു, ഇറാന് സ്റ്റീൽ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി അതിൻ്റെ 75% ഞങ്ങൾ തീർത്തിട്ടുണ്ട് ഇതുവരെയുള്ള ശ്രമത്തിൻ്റെ ഫലമായി എന്ന് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, നെതന്യാഹു ട്രംപ് യുദ്ധം തീരും എന്ന് പറയുമ്പോഴും നെതന്യാഹു പറയുന്നത് 50%-ലധികം ടാർഗറ്റുകൾ കഴിഞ്ഞു, ഇനിയും ടാർഗറ്റുകൾ ഒരു 10-40% കൂടി ടാർഗറ്റുകൾ അവസാനിപ്പിക്കാനുണ്ട് എന്നാണ് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രസ്താവന. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രസ്താവന അവരൊരു ഗ്രൗണ്ട് ഒഫൻസ് ഇറാഖിലേക്ക് നടത്തിയേക്കുമെന്ന രീതിയിലുള്ള ഒരു സൂചന IRGCയുടെ ഭാഗത്ത് വന്നു. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ശക്തി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫോഴ്സാണ്. അപ്പോൾ അമേരിക്ക ഗ്രൗണ്ട് ഫോഴ്സ് ഉപയോഗിച്ച് ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അവർ പറയുന്നു, ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ ഇറാനിൽ പ്രവേശിച്ചാൽ അവൻ ജീവനും കൊണ്ട് തിരിച്ചു പോവുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പാക്കും എന്നവർ പറയുന്നു. അത് വെറും വാക്കായി കരുതേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഗ്രൗണ്ട് ഫോഴ്സ് എക്സ്ട്രീംലി പവർഫുള്ളായിട്ട് ഗ്രൗണ്ട് ഫോഴ്സ് ഇറാൻ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. മാത്രമല്ല ഇതൊരു ആത്മഹത്യാ സ്ക്വാഡാണ്, മരണത്തെ ഭയക്കാത്തവരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സാധാരണ മിലിറ്ററിയുടെ സ്വഭാവമല്ല അതിനുള്ളത്. അതിനെ സംബന്ധിച്ച് ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം എന്നുള്ളതാണ്. അപ്പോൾ അവർ മരണത്തെ ഭയക്കാത്തവരാണ്. കാരണം മരണത്തിനപ്പുറത്താണ് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ നിൽക്കുന്നത്. മരണത്തപ്പുറത്ത് ലഭിക്കാനുള്ള ഒരു ജീവിതത്തിലാണ് അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ നിൽക്കുന്നത്. ട്രംപ് ഈ ഇറാനെ സ്റ്റോണേജിലേക്ക് അയച്ചു കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുക, അവർ പേടിക്കത്തില്ല. കാരണം അവർ സ്റ്റോണേജിൽ ജീവിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ്. അവർ ആധുനിക യുഗത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല, അവർക്ക് സ്റ്റോണേജാണ് ഇഷ്ടം. അപ്പം ഇറാനെ പൂർണ്ണമായും തകർത്തുകൊണ്ട് സ്റ്റോണേജിലേക്ക് വിടുന്നതിൻ്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ ഈ ബ്രിഡ്ജ് തകർക്കുന്നത്. നാളെ മുതൽ നിങ്ങളുടെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളും തകർക്കും, വേഗം വേണമെങ്കിൽ ഡീൽ ഉണ്ടാക്കിയോ എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ പെഷേസ്കിയാൻ പറയുന്നത് സിവിൽ റൈറ്റ്സിന് നേരെ നിങ്ങൾ ആക്രമിക്കുന്നത് വാർ ക്രൈമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ബോധ്യമുണ്ട് തകർത്തെഴുതിയ രാജ്യം പോകുമെന്നറിയാം. നേരെ മറിച്ച് IRGCയെ സംബന്ധിച്ച് അത് ആത്മഹത്യാ സ്ക്വാഡാണ്. അവരെ സംബന്ധിച്ച് രാജ്യം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ തകർത്തോളൂ, ഞങ്ങൾ മരിക്കുന്നവരെ യുദ്ധം ചെയ്യും, നിങ്ങളെ കീഴടക്കിയല്ലാതെ ഞങ്ങൾക്ക് യുദ്ധം നിർത്താനാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കൊല്ലണം എന്നുള്ളതാണ് അവരുടെ രീതി. എന്ന് പറഞ്ഞാൽ അമേരിക്ക 3 വീക്സ് കൊണ്ട് യുദ്ധം നിർത്താൻ ആഗ്രഹിച്ചാലും ഒരുപക്ഷെ നിർത്താൻ സാധിച്ചു എന്ന് വരികയില്ല. ഇന്ന് ഞങ്ങൾ ഈ യുദ്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണെന്ന് അമേരിക്ക പറഞ്ഞാലും ഇറാൻ അത് നിർത്തിക്കൊള്ളണമെന്നില്ല. ദേ വിൽ കണ്ടിന്യൂ ദി അറ്റാക്ക്. അപ്പോൾ അമേരിക്ക യുദ്ധം തുടർന്നേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർ ഇറാഖിലേക്ക് പ്രവേശിക്കാനൊരു സാധ്യതയുണ്ട്. ഇറാഖിലാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു ബേസ് ഉള്ളത്. ഗ്രൗണ്ട് ഫോഴ്സിൻ്റെ ബേസ് പ്രധാനമായിട്ട് ഇറാഖിലെ ഇബ്രീസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലാണുള്ളത്. അപ്പം ആ ഒരു സ്ഥലത്തേക്ക് അമേരിക്കൻ ബേസിലേക്ക് കാലാൾപ്പട നയിക്കാൻ ഇറാൻ മടിക്കുകയില്ല എന്ന് വേണം വിചാരിക്കാൻ. കാരണം അവിടെ അവർ അതിനുള്ള കോപ്പം കൂട്ടുന്നതായ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ അവരെ ഇറാഖിലേക്ക് അവരുടെ സൈന്യം പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ട് ഫോഴ്സിനെ ഉപയോഗിച്ചുള്ള അറ്റാക്കിൽ നിന്ന് അമേരിക്ക വിട്ടു നിൽക്കാനാവില്ല. അപ്പം യുദ്ധത്തിൻ്റെ മുഖം വേറെന്ന് മാറും. അതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് കാലം മാറി. പണ്ട് വിയറ്റ്നാം യുദ്ധം ചെയ്തതുപോലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പൊരുതിയതുപോലെ ഒന്നും ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ കറണ്ട് സിറ്റുവേഷനിൽ US സാധിക്കുകയില്ല. US പൊതുജന അഭിപ്രായം ട്രംപിന് അഗൻസ്റ്റായിട്ട് വരുന്നു. ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അപ്പോൾ തീരെ പിടുത്തം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ വുഡ് ഇറ്റ് ടേൺ ന്യൂക്ലിയർ എന്നുള്ളൊരു പ്രധാന ചോദ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതൊരു ന്യൂക്ലിയർ വാറായി മാറുമോ? കാരണം ഇത് ചത്തിട്ടും ചാവാത്ത ഒരു രീതിയിൽ ആക്രമണങ്ങൾ നിരന്തരമായി സംഘടിപ്പിക്കുകയും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന രീതി തുടരുകയും ചെയ്യുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കുന്നു, ഇങ്ങോട്ട് ആക്രമിക്കുന്നു, രണ്ടുപേരും ആക്രമിക്കുന്നു. അത് യുദ്ധമാണ്. നേരെ മറിച്ച് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു ഡിഫൻസ് ഇല്ല. അവർ അമേരിക്കൻ ഡിഫൻസിൻ്റെ കീഴിൽ കഴിയുന്നവരാണ്. അമേരിക്ക യുദ്ധം നിർത്തുകയും ഇറാൻ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത് തുടരുകയും ചെയ്താൽ എന്ത് ചെയ്യുമെന്നൊരു പ്രശ്നം അവിടെ ബാക്കിയുണ്ട്. ചെറിയ തോതിലാണെങ്കിൽ പോലും ഒരു ദിവസം 5 മിസൈലും 5 ഡ്രോണും വെച്ചാണെങ്കിൽ പോലും ദാറ്റ് കനോട്ട് ബി ടോളറേറ്റഡ്. അത് ടോളറേറ്റ് ചെയ്യാനാവില്ല. അപ്പോൾ അമേരിക്ക യുദ്ധം നിർത്തി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാലും ഒരുപക്ഷേ IRGC എന്ന് പറയുന്ന ഭീകര സംഘടന ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇടാനുള്ള സാധ്യത കുറവാണ്. അവിടെ ആരാണ് നിയന്ത്രണത്തിലുള്ളത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയും കിട്ടുന്നില്ല. ഇവരുടെ സുപ്രീം ലീഡർ എന്ന് പറയുന്ന മോജിദാബ ഖമനേയി അങ്ങനെ ഒരാളുണ്ടോ ഇല്ലയോ, അത് പെഷേസ്കിയാനും പോലും ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരാൾ ജീവനോടെ ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല. പിന്നെ ആർക്കാണ് ഇവിടെ പവറുള്ളത്? അപ്പോൾ ഇതിലൊരു തീരുമാനം എടുക്കാൻ, യുദ്ധം നിർത്താൻ അല്ലെങ്കിൽ തുടരാൻ ഒക്കെ ആരാണുള്ളത്? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത് വലിയൊരു രാജ്യമാണ്. ഒരുപാട് ഡിഫൻസ് മെറ്റീരിയൽസ്, ഈ മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെ ഇവർ ഉണ്ടാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പലരുടെ നിയന്ത്രണത്തിലാണ്, ഒരാളുടെ നിയന്ത്രണത്തിലാണ്, പലരുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിച്ചുകൊണ്ടിരുന്നാൽ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടേ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാനൊരു സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വുഡ് ഇറ്റ് ടേൺ ന്യൂക്ലിയർ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഈ യുദ്ധം എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ തയ്യാറുള്ള നിലയിലാണ് അവരുടെ ഒരു രീതി. കാരണം അവരെ സംബന്ധിച്ച്
ഹിസ്ബുള്ള പൂർണ്ണമായും തീർന്നിട്ടില്ല. ഹിസ്ബുള്ള അതിൻ്റെ ശക്തിയെടുത്ത് ആക്രമിക്കുന്നുണ്ട്. ഹൂത്തികൾ വെറുതെ ഒച്ച ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹൂത്തികളുടെ ഭാഗത്ത് കാര്യമായ ഒരു പ്രതികരണവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചു നേർച്ച പോലെ ഒരു മിസൈൽ വിടുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് യമൻ എന്ന് പറയുന്ന രാജ്യത്തെ അവരുടെ നിയന്ത്രണത്തിൽ നിർത്തേണ്ടതുണ്ട്. അവർ ഇസ്രായേലുമായി ഒരു യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് അത് പോകും. അവസാനം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നാവും. അതുകൊണ്ട് ഇറാനോടുള്ള അലിജിയൻസ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു ചെറിയ ആക്രമണം സംഘടിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. നേരെ പറഞ്ഞ് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ ലെബനോണിൽ ഇരുന്നുകൊണ്ട് അടി വാങ്ങുന്നത് ലെബനോണും ആക്രമിക്കുന്നത് ഞങ്ങളും എന്ന നിലയിൽ സൗകര്യമായിട്ട് അവർ ചെയ്യണം. IRGCയും അതുപോലെ തന്നെ അടി കിട്ടുന്ന ഇറാനിയൻ ജനത്തിന് യുദ്ധം ചെയ്യാൻ ഞങ്ങളും എന്ന നിലയിലാണ് അവർ നിൽക്കുന്നത്. ഇറാൻ തകരുന്ന അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചുള്ള പ്രശ്നം അവർക്ക് ഈ പറയുന്ന ജിഹാദ് നിർവഹിക്കണം, അമേരിക്കയെ കൊല്ലണം, യഹൂദനെ കൊല്ലണം. അമേരിക്കയും യഹൂദനെയും കൊല്ലാനുള്ള ആ ശ്രമത്തിനിടയിൽ സ്വയം മരിക്കാൻ സാധിച്ചാൽ അതൊരു ഭാഗ്യമായി അവർ കരുതുന്നു. അപ്പോൾ ഒരു സാധാരണ ശത്രുവിനെല്ലാം നേരിടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒരു നെഗോസിയേഷൻ വഴിയോ ഒരു ഡീല് വഴിയോ ഒന്നും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കാൻ വരാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചനകൾ കാണിക്കുന്നത്. പാകിസ്ഥാൻ വീണ്ടും മീഡിയേറ്റർഷിപ്പിന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആദ്യത്തെ മീഡിയേറ്റർഷിപ്പ് ഫെയിലിയറായി, പിന്നീട് ചൈനയെ സമീപിച്ചു, കാര്യമായ പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. വീണ്ടും അവർ മീഡിയേഷന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതും കാണുന്നുണ്ട്.